ലുലു എന്ന ബ്രാൻഡിനേക്കാൾ യൂസഫ് അലിയാണ് അറിയപ്പെടുന്നത്. ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് എലോൺ മാസ്കാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഇവരുടെ ട്രാൻസ്ഫോർമേഷനാണ്, അവരുടെ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ്റെ റിഫ്ലക്ഷനായിട്ട് വരുന്നത്. ഇവരുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലെ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ല. അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി ഇൻഫ്ലുവൻഷ്യലായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനുള്ള സൊല്യൂഷൻ ഇവിടെയുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റി വേണം. ആ സൊല്യൂഷനെ കണ്ടെത്താൻ വേണ്ടി ചോദിക്കുവാനും അത് ഉള്ള സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി വേണം. ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹില്ല് പറയുന്നുണ്ട്, പർച്ചേസ് നോളേജ് എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. MMV ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സാറിനോട് ചോദിക്കാനുള്ള, നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ സക്സസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇന്ന് അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങളിലാണെന്ന് അവർ പറയുന്നു. അവർ ഒരുപാട് ട്രെയിനിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ഒരുപാട് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ബിസിനസ്സിൽ അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആയി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് പലതും പുറകോട്ട് പോകുന്നു. ഈ സ്ഥാപനങ്ങളുടെ പുറകോട്ട് പോകുന്നതിലേറെ ഇവരുടെ മാനസികാവസ്ഥയാണ് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കൃത്യമായിട്ട് ഇതിനെ ഏത് ഘട്ടത്തിലൊക്കെയാണ് നമുക്കിതിനെ വിലയിരുത്തിയിട്ട് കൃത്യമായിട്ടൊരു ഈ ഒരു കമ്പനിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ നിലനിൽപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എത്രയോ ജോലിക്കാരുണ്ടാവാം. അപ്പോൾ ഇവരുടെ ഒരു മാനസികമായിട്ടുള്ളൊരു തകർച്ച ശരിക്കും തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം ഇപ്പോൾ നമുക്ക് ലോകമെമ്പാടുമുള്ള പല പ്രശ്നങ്ങളുടെയും കാര്യങ്ങളാണോ കൂടെ വ്യക്തമാക്കാം? ഇതിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് പൊതുവിൽ ബിസിനസ് സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട്. അതെ. പക്ഷേ ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥാപനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിലെ എംപ്ലോയീസിനേക്കാൾ ഉപരി, പ്രൊഡക്റ്റിനേക്കാൾ ഉപരി, എല്ലാറ്റിനേക്കാൾ ഉപരി അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അതിലെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനെ റൺ ചെയ്യുന്ന ആളുകളാണ്. ഇത് വളരെ ക്ലാരിറ്റി നമുക്കുണ്ടാകും. ഇവരുടെ മെൻറ്റാലിറ്റിയാണ് ആ സ്ഥാപനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഇപ്പോൾ എത്ര ബിസിനസ്സുള്ള ഒരു സ്ഥാപനമായിക്കോട്ടെ, ഓൺട്രപ്രണർ തളർന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനം തന്നെ ഇല്ലാതാവുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളും ഒന്നിൽ ഓൺട്രപ്രണറുടെ മരണത്തിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതുകൊണ്ട് മാത്രം തകർച്ചയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അതായത് ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ. ഇത് ജനറലി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ഈ അടിത്തറയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 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 കുറച്ച് ബിസിനസ്സുകാർ മാത്രമാണ് ഈ കാര്യത്തിൽ ഫോക്കസായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അത്തരം ബിസിനസ്സുകൾ ജയിച്ചു കയറുന്നതായിട്ടും കാണാൻ പറ്റും. അവർ ആ സ്ഥാപനത്തേക്കാൾ ഉപരി ബ്രാൻഡായി മാറുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലുള്ള ബിസിനസ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണിത്. അപ്പോൾ നമുക്ക് ലോകത്ത് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. ലുലു എന്ന ബ്രാൻഡിനേക്കാൾ യൂസഫ് അലിയാണ് അറിയപ്പെടുന്നത്. ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് എലോൺ മാസ്കാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഇവരുടെ ട്രാൻസ്ഫോർമേഷനാണ്, അവരുടെ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ്റെ റിഫ്ലക്ഷനായിട്ട് വരുന്നത്. ഇവരുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലെ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ല. അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി ഇൻഫ്ലുവൻഷ്യലായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഘട്ടം കഴിയുന്നത് വരെയാണ് ഇത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് മാറുക. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി വേ ആയിട്ട് ഇത് മാറും.
പക്ഷേ ഈ ഘട്ടം തരണം ചെയ്യുന്ന സ്ഥലത്താണ് മിക്ക ഓൺട്രപ്രണേഴ്സും തളർന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ അവർക്ക് ശരിക്കും ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പിലൂടെ അവർക്ക് വളർന്നു വരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ലോകത്ത് ജനറലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായ കരാറോടുകൂടി തന്നെ ഇവരാരുടെ അണ്ടറിൽ ട്രെയിനിങ് നടത്തുന്നു എന്നതുപോലും പബ്ലിക്കിൽ വരാത്ത രൂപത്തിലുള്ള കോൺട്രാക്റ്റോട് കൂടിയിട്ട് ഓൺട്രപ്രണേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പല പ്രമുഖരായ ആളുകളും ഇതുപോലുള്ള പല പ്രമുഖരായ ആളുകൾക്ക് അണ്ടറിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടും അവരവർക്ക് വരുന്ന അതാത് സമയത്ത് വരുന്ന ചലഞ്ചസുകളെ മറ്റുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി വിജയിച്ചു പോട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റി വേണം. ആ സൊല്യൂഷനെ കണ്ടെത്താൻ വേണ്ടി ചോദിക്കുവാനും അത് ഉള്ള സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി വേണം. ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹില്ല് പറയുന്നുണ്ട്, പർച്ചേസ് നോളേജ് എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫായിട്ട് നിലനിൽക്കാൻ ആവശ്യമായിട്ട് ഇന്നൊരു കാര്യം വേണമെങ്കിൽ അതവിടെ കണ്ടെത്തി എത്ര പൈസയാണോ അത് കൊടുത്ത് പർച്ചേസ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റി നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് അവിടുത്തെ സൊല്യൂഷൻ. അപ്പോൾ അത് സൊല്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഇവിടെ പരാജയത്തിൻ്റെ ഭീതിയുടെ യാതൊരു സാധ്യതയില്ല. പക്ഷേ റൈറ്റ് ടൈമിൽ ആക്ട് ചെയ്യണം, റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് എടുക്കണം, റൈറ്റ് ടൈമിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ബിസിനസ്സുകാരൻ സ്വയം തന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. ഒരു ബിസിനസ് ഈ ബിസിനസ്സുകാരനേക്കാൾ വളർന്നാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ബൈജൂസിനൊക്കെ സംഭവിച്ചത് ഈ തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ആ ബിസിനസ്സുകാരൻ്റെ കപ്പാസിറ്റിയിലേക്കാൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തകർച്ച വരാനുള്ള സാധ്യത കൂടുകയാണ്. തകർന്നോളം നിർബന്ധമൊന്നുമില്ല, പക്ഷേ തകർച്ച വരാനുള്ള സാധ്യത കൂടുകയാണ്. അതേസമയം ബിസിനസ്സുകാരൻ ആ ബിസിനസ്സിനേക്കാൾ വളർന്നു നിൽക്കുമ്പോഴാണ് എത്ര വലിയ വളർച്ചയെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുക. മറ്റത് ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോവുകയാണ്. ബിസിനസ്സിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻ മുതൽ ക്യാഷ് ഫ്ലോ മുതൽ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഈ ഓൺട്രപ്രണറുടെയോ അല്ലെങ്കിൽ ആ ഓൺട്രപ്രണർ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനേക്കാൾ പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് വലിയ ലോസിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് വളരുന്നതിനേക്കാൾ വലുതായി ഓൺട്രപ്രണർ വളരണം. ആ വളർന്നു നിൽക്കുന്ന ഓൺട്രപ്രണർക്ക് ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ലോകത്തെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് കോച്ചായ മാക്സ്വെൽ പറയുന്നത് അദ്ദേഹം കൈ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ഒരു ബിസിനസ്സുകാരൻ വളർത്താൻ ശ്രമിക്കുമ്പോൾ ആ ബിസിനസ് ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിൽ പോയിട്ട് തട്ടി അങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഈ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം? അടുത്തത് അവൻ്റെ കപ്പാസിറ്റി ഈ ലെവലിലേക്ക് വർദ്ധിക്കുമ്പോൾ ഈ ബിസിനസ് വീണ്ടും വളർന്ന് ഇവിടെ തട്ടി നിൽക്കും. അപ്പോൾ ഇത് തട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളർന്നു വരുവാൻ ഈ ബിസിനസ്സുകാരന് കൂടി കഴിയേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ബിസിനസ്സുകൾ വർഷങ്ങളോടെ നിലനിൽക്കും. ഇവരുടെ സ്വപ്നങ്ങൾ വളർന്നു വരും. വലിയ സ്വപ്നങ്ങൾ പിന്നെ ഡ്രീമുകൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയും. ഇതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ് നല്ല ബ്രാൻഡുകൾ ഉണ്ടാവുക. ഇന്ന് ലോകത്തിന് വേണ്ടി നല്ല ബ്രാൻഡുകളാണ്, അതുപോലെ വലുതായി പടർന്ന് പന്തലിക്കുന്ന ബിസിനസ്സുകളാണ് ഇന്ന് ആവശ്യം. അപ്പോൾ അതിലേക്ക് കപ്പാസിറ്റിയുള്ള ആളുകളാണ് സ്പെഷ്യലി മലയാളികൾ. അവർക്ക് ഒരു പുഷ് ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമാണ്. സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏകദേശം നമ്മളിവിടെ കാണാൻ പറ്റുന്ന പല ബിസിനസ്സുകളും സക്സസ് ആണ്, പക്ഷേ ഒരു പരിധിക്ക് ഇടയിൽ വന്ന് തട്ടി നിൽക്കുന്നുവാണ്. അതായത് സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വന്ന് തട്ടി നിൽക്കുന്നു. ഇതിനപ്പുറം പുറത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് അതിന് മികച്ച പരിശീലനം അത്യാവശ്യമാണ്. നമ്മൾ കാണുന്നത് ഒരു പരിധിക്കപ്പുറം കാണുന്ന എല്ലാ ബിസിനസ്സുകളും ഇത്തരം ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നേടിയിട്ടുള്ളത് തന്നെയാണ്. പലർക്കും അത് അറിയില്ല എന്ന് മാത്രം. എന്തായാലും ഒരുപാട് നന്ദി. ഇത്തരം ഇതുപോലെ നമുക്ക് ബിസിനസ്സുകാർക്ക് ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇത്തരം വീഡിയോസ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.